എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള അലോട്ട്മെന്റിനായിട്ടുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ ഇന്ന് അവസാനിക്കും. ഇന്ന് വൈകുന്നേരം 5 മണി വരെ വിദ്യാർത്ഥികൾക്ക് LBS വെബ്സൈറ്റുമായി ലോഗിൻ ചെയ്തുകൊണ്ട് ഓപ്ഷൻ നൽകുന്നതിനുള്ള അവസരമുണ്ട്. ഓൾറെഡി ഓപ്ഷൻ നൽകിയ വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും ഓപ്ഷൻസ് വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലും ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. നിങ്ങളുടെ പ്രയോറിറ്റി ബേസിലായിരിക്കണം ഓപ്ഷൻ നൽകേണ്ടത്. നിങ്ങൾക്ക് നഴ്സിംഗ് പഠിക്കാനാണ് താല്പര്യം, അതുപോലെ MLT പഠിക്കാൻ താല്പര്യമുണ്ട്, BA SLP കോഴ്സ് പഠിക്കാൻ താല്പര്യമുണ്ടെന്ന് കരുതുക. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾ ആദ്യം BSc നഴ്സിംഗ് കോഴ്സിലേക്കുള്ള നിങ്ങളുടെ പ്രയോറിറ്റി ബേസിൽ അനുസരിച്ചുള്ള കോളേജുകൾ ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്തുക. അതിനുശേഷം നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസ് കോളേജും നഴ്സിംഗ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു MLT കോഴ്സാണ് പിന്നീട് പഠിക്കാൻ താല്പര്യം ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് MLT കോഴ്സ് അടുത്ത ഓപ്ഷൻസ് ആയിട്ട്, അതായത് 10 ഓപ്ഷൻ നഴ്സിംഗ് കൊടുത്തിട്ടുണ്ട് എന്ന് കരുതുക. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് 10 ഓപ്ഷനുകളായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ 11ാമത്തെ ഓപ്ഷനായിട്ട്, അതായത് കണ്ടിന്യൂസ് ആയിട്ടാണ് നെക്സ്റ്റ് കോഴ്സുകളിലേക്കും ഓപ്ഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ അടുത്തതായിട്ട് MLT കോഴ്സ് ആണെങ്കിൽ MLT കോഴ്സിൻ്റെ കോളേജുകൾ ഏതൊക്കെയാണെന്നുള്ളത് അനുസരിച്ച് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ഓപ്ഷൻ രജിസ്ട്രേഷൻ പേജിൽ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ്റെ നേരെ ബോക്സ് കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ എത്രാമത്തെ ഓപ്ഷനായിട്ടാണ് നെക്സ്റ്റ് ഓപ്ഷനായിട്ടാണ് സെലക്ട് ചെയ്യുന്നത് അത് കറക്റ്റായിട്ട് ആ ഒരു ബോക്സിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ അല്ലാന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഓപ്ഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യപ്പെടുന്നതായിരിക്കും. എന്നാൽ നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഏറ്റവും മുകളിലുള്ള ഓപ്ഷൻ്റെ ആ ഒരു ഭാഗത്തേക്ക് വീണ്ടും പോകുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും സ്ക്രോൾ ചെയ്ത് താഴോട്ടേക്ക് വരേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകൾ ഏതൊക്കെയാണ് അതിന് നേരെയുള്ള ഓപ്ഷൻ നമ്പർ നൽകാനുള്ള ബോക്സിൽ കൃത്യമായിട്ട് ഓപ്ഷൻ നമ്പർ നൽകുകയും അതുപോലെ മിനിമം ഒരു 10 ഓപ്ഷൻസ് എങ്കിലും നൽകിക്കഴിഞ്ഞാൽ നിങ്ങൾ സേവ് ചെയ്യുകയും ചെയ്യേണ്ടതാണ്. അഥവാ പിന്നോട്ടേക്ക് അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ നൽകിയുള്ള ഓപ്ഷൻസിൻ്റെ നമ്പറൊക്കെ പോകും. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ഒരു 10 എണ്ണം നൽകുന്ന സമയം ഓട്ടോമാറ്റിക്കലി അത് സേവ് ആകാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ ജസ്റ്റ് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആ ഒരു ഓപ്ഷൻസ് സേവ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം നിങ്ങൾ ഒരു തവണ ഓപ്ഷൻ നമ്പർ നൽകുകയും എന്നാൽ അതിനുശേഷം പിന്നീട് ആ ഒരു ഓപ്ഷൻസിൻ്റെ നമ്പർ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ അഥവാ പിന്നോട്ടടിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഓപ്ഷൻ നമ്പർ നൽകുക എന്നുള്ളത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകൾ നൽകുന്ന സമയത്ത് ഓരോ 10 വീതം ഓപ്ഷൻ നൽകുന്ന സമയത്തും അത് സേവ് ചെയ്ത് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് നഴ്സിംഗ് ആണ് താല്പര്യമുള്ളതെങ്കിൽ നഴ്സിംഗ് കോളേജുകളിലേക്ക് ആദ്യം ഓപ്ഷനുകൾ വയ്ക്കുക നിങ്ങളുടെ പ്രയോറിറ്റി ബേസിൽ. അതുപോലെ തന്നെ MLT കോഴ്സാണ് താല്പര്യമുള്ളതെങ്കിൽ MLT കോഴ്സ് വയ്ക്കുക. അതുപോലെ തന്നെ BA SLP കോഴ്സ് ആണെങ്കിൽ അതനുസരിച്ച് ഓപ്ഷൻ വയ്ക്കുക. അതുപോലെ നിങ്ങൾക്ക് മറ്റേതെങ്കിലും ഡയാലിസിസ് ടെക്നോളജി, ഒപ്റ്റോമെട്രി അതുപോലുള്ള മറ്റെന്തെങ്കിലും കോഴ്സുകളാണ് പഠിക്കാൻ താല്പര്യമുള്ളതെങ്കിൽ അതിനനുസരിച്ച് നിങ്ങളുടെ പ്രയോറിറ്റി ബേസിൽ ഓപ്ഷൻ വയ്ക്കുക. പ്രയോറിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടാൻ കൂടുതൽ താല്പര്യമുള്ള കോളേജുകളും കോഴ്സുകളും ഏതാണ് അതാണ് പ്രയോറിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ നഴ്സിംഗ് ആണ് പഠിക്കാൻ താല്പര്യപ്പെടുന്നതെങ്കിൽ ഇപ്പോൾ ഗവൺമെൻറ് കോളേജ് തിരുവനന്തപുരത്താണ് പഠിക്കാൻ താല്പര്യപ്പെടുന്നതെങ്കിൽ ആ ഒരു തിരുവനന്തപുരം ഫസ്റ്റ് ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്തുന്നു. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകളായിരിക്കണം നിങ്ങൾ ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്തേണ്ടത്. നിങ്ങൾ ഇപ്പോൾ നൽകുന്ന ഓപ്ഷനുകളെ മൊത്തം പരിഗണിച്ചുകൊണ്ടാണ് ആദ്യത്തെ തേർഡ് അലോട്ട്മെൻറ്റ് വരെയുള്ള അലോട്ട്മെൻറ്റുകൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകളൊക്കെ ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതിനുശേഷം സേവ് ചെയ്യുകയും നിങ്ങൾക്ക് പ്രിൻറ്റിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഓപ്ഷൻസിൻ്റെ ലിസ്റ്റ്, നിങ്ങൾ നൽകിയ ഓപ്ഷൻ്റെ ലിസ്റ്റ് മുഴുവനായിട്ട് നിങ്ങൾക്ക് പ്രിൻ്റ് ഔട്ടായിട്ട് ലഭിക്കുന്നതും ആയിരിക്കും. അത് PDF രൂപത്തിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത് ഈ ഒരു ഓഗസ്റ്റ് 16-ാം തീയതിയാണ്, അതായത് നാളെയാണ്. അപ്പോൾ ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് സംബന്ധിച്ച് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ് ഓപ്ഷൻ ആഡ് ചെയ്യാൻ പറ്റുമോ, എഡിറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഓപ്ഷൻസ് എഡിറ്റ് ചെയ്യാനും, അതായത് പുതിയ ഓപ്ഷൻസ് വേണമെങ്കിൽ നൽകാനും, അതുപോലെ നൽകിയ ഓപ്ഷൻസ് ഏതെങ്കിലും വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാനും, നൽകിയ ഓപ്ഷൻ്റെ സ്ഥാനം റീഅറേഞ്ച് ചെയ്യാനും സാധിക്കും. അത് ട്രയൽ അലോട്ട്മെൻറ്റ് സമയത്ത് നിങ്ങൾക്ക് ഏകദേശം 18-ാം തീയതി രാവിലെ 10 മണി വരെയാണ് ഇതിനുള്ള അവസരം വിദ്യാർത്ഥികൾക്ക് അനുവദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ആ ഒരു സമയത്തും അതുപോലെ തന്നെ ഇന്ന് വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ടും നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകൾ കോഴ്സുകൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ലോഗിൻ ചെയ്ത് അത് നൽകാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ടോക്കൺ ഫീ പേയ്മെൻറ്റിൻ്റെ കാര്യം. ടോക്കൺ ഫീ പേയ്മെൻറ്റ് നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് ഓൾറെഡി ആ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് അടക്കും. അപ്പോൾ ആ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് അടച്ച ശേഷം പിന്നീട് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മറ്റൊരു കോളേജിൽ കിട്ടുമ്പോൾ വീണ്ടും ഇതേ ടോക്കൺ ഫീ പേയ്മെൻറ്റ് അടക്കേണ്ടതുണ്ടോ എന്നുള്ളത് പല വിദ്യാർത്ഥികൾക്കുമുള്ള സംശയമായിരിക്കും. അപ്പോൾ ആ ഒരു ഉദാഹരണം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. എനിക്കിപ്പോൾ എന്ന കോളേജിൽ ആദ്യം തന്നെ സെൽഫ് ഫിനാൻസ് കോളേജാണ് കിട്ടിയത്. എനിക്ക് അവിടെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് എന്ന് പറയുന്നത് ഈ ഒരു നഴ്സിംഗിനാണ് എന്ന് കരുതുക. അപ്പോൾ നഴ്സിംഗിന് ആകുമ്പോൾ ഏകദേശം ഗവൺമെൻറ് കോളേജ് ആയതുകൊണ്ട് തന്നെ, അതായത് ഗവൺമെൻറ് കോളേജിലാണ് കിട്ടിയതെന്ന് കരുതുക. അപ്പോൾ ഗവൺമെൻറ് കോളേജ് ആയതുകൊണ്ട് തന്നെ 23,170 രൂപയാണ് ഫീസായിട്ട് വരിക. ഇനി അടുത്തൊരു അലോട്ട്മെൻറ്റ് വന്ന സമയത്ത്, ആ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് എനിക്ക് BA എന്ന കോളേജിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത്. അതും ഒരു ഗവൺമെൻറ് കോളേജാണെന്ന് കരുതുക. ഗവൺമെൻറ് കോളേജാണെങ്കിൽ ഇപ്പോൾ അടുത്ത ഫീസ് അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതേസമയം അതൊരു സെൽഫ് ഫിനാൻസ് കോളേജാണെങ്കിലും ഇതേ രീതിയിൽ ഫീ ട്രാൻസ്ഫർ ചെയ്യും. അതിൻ്റെ ബാക്കി ബാലൻസ് ആയിട്ടുള്ള ഏകദേശം 1000 രൂപ നിങ്ങൾ പിന്നീട് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഫീ പേയ്മെൻറ്റ് ഓൺലൈനായിട്ട് ചെയ്യാനും സാധിക്കുന്നതായിരിക്കും. ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് എന്ന സെൽഫ് ഫിനാൻസ് കോളേജിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെന്ന് കരുതുക. അപ്പോൾ സെൽഫ് ഫിനാൻസ് കോളേജിൽ കിട്ടുന്ന സമയത്ത് 25,000 രൂപയാണ് ടോക്കൺ ഫീ പേയ്മെൻ്റ് ആയിട്ട് വരിക. SC ST OEC വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫീസ് വരുന്നത് ഏകദേശം 1000 രൂപയാണ്. അവർക്ക് ഗവൺമെൻറ് കിട്ടിക്കഴിഞ്ഞാലും 1000 രൂപയാണ് ഫീസ് വരിക. സെൽഫ് ഫിനാൻസിലെ മെറിറ്റ് സീറ്റിലാണെങ്കിലാണ് ഈ ഒരു രീതിയിൽ 1000 രൂപ
മാത്രം ഫീസ് വരുന്നത്. മാനേജ്മെൻറ്റ് സീറ്റിലാണെങ്കിൽ ഈ ഒരു സാധാരണ ഫീസ് അത് 1,13,000 രൂപ ആദ്യ വർഷത്തിൽ ഫീസ് ഇനത്തിൽ വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യം സെൽഫ് ഫിനാൻസിലാണ് കിട്ടുന്നതെന്ന് കരുതുക. പിന്നീടും ആ ഒരു വിദ്യാർത്ഥിക്ക് സെൽഫ് ഫിനാൻസ് കോളേജിലാണ് കിട്ടിയതെന്ന് കരുതുക. അപ്പോൾ സെൽഫ് ഫിനാൻസിൽ കിട്ടുന്ന സമയത്ത് നിങ്ങൾ ആദ്യം അടച്ച ആ ഒരു പൈസ അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതായിരിക്കും. അതേസമയം സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഗവൺമെൻറ് കോളേജിലാണ് കിട്ടിയത്. അപ്പോൾ അങ്ങനെയെങ്കിൽ 25,000 രൂപ അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും 1000 സംതിങ് രൂപ അതായത് ആ ഒരു പൈസ നിങ്ങൾക്ക് തിരികെ റീഫണ്ടായിട്ട് കിട്ടുന്നതും ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടുകയും എന്നാൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മറ്റൊരു കോളേജിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയും ആണെങ്കിൽ നിങ്ങൾ വീണ്ടും ഫീ പേയ്മെൻ്റ് ഒന്നും ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. എക്സ്ട്രാ വല്ല ഫീ പേയ്മെൻറ്റ് അതായത് ആദ്യം കിട്ടിയത് ഗവൺമെൻറ് കോളേജാണ്, പിന്നീട് കിട്ടുന്ന സെൽഫ് ഫിനാൻസ് കോളേജ് ആണെങ്കിൽ മാത്രമാണ് നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് ഒരു ഫീ പേയ്മെൻറ്റ് ഉണ്ടാവുക. നിങ്ങൾക്കിപ്പോൾ MLTയോ മറ്റ് കോഴ്സുകളാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജിൽ ഏകദേശം 20,000 സംതിങ് രൂപ മാത്രമാണ് ഫീസ് വരുന്നത്. അപ്പോൾ ഓരോ കോഴ്സ് അനുസരിച്ചും ഫീസിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഈ ഒരു ഫീ പേയ്മെൻറ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിയാലും കിട്ടിയിട്ടില്ലെങ്കിലും പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല. കാരണം നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും മോഡിഫിക്കേഷൻ ചെയ്യാനും ഓപ്ഷൻ ആഡ് ചെയ്യാനും സാധിക്കുന്നതാണ് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു അവസരം നിങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് വന്ന ശേഷം നിങ്ങൾക്ക് എവിടെയാണ് കിട്ടാൻ സാധ്യത എന്നുള്ളത് കൂടുതൽ മനസ്സിലാക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അടുത്തതായിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഈ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് അടക്കാം എന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയാലാണ് ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ആകെ ഫീസിൻ്റെ ഒരു നിശ്ചിത ഭാഗമാണ്. ഗവൺമെൻറ് കോളേജ് ആണെങ്കിൽ ഫുൾ ഫീസ് ഈ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റിനത്തിൽ അടക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു LBS വെബ്സൈറ്റിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ ആപ്ലിക്കേഷൻ നമ്പർ നൽകി വെരിഫൈ ചെയ്യും. അതിനുശേഷം രജിസ്ട്രേഷൻ ഐഡിയും പാസ്വേഡ് നൽകി ലോഗിൻ ചെയ്യുകയും ചെയ്യുക. സൈൻ ഇൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പിന്നീട് വരുന്ന പേജിൽ ഇതേപോലെ 3 ലൈൻസ് കാണാൻ പറ്റുന്നതാണ്. ആ ഒരു 3 ലൈൻസിൽ കിട്ടുന്ന സമയത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു പ്രൊഫൈൽ കാണാൻ പറ്റും. അതിൽ അലോട്ട്മെൻറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലിങ്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് കോളേജിൽ ഏത് കോഴ്സിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത് എത്രാമത്തെ ഓപ്ഷനാണെന്നുള്ളത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷമാണ് ഫീ പേയ്മെൻറ്റ് അടക്കേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിങ്ങൾക്ക് എത്ര രൂപയാണ് ടോക്കൺ ഫീ പേയ്മെൻറ്റ് അടക്കേണ്ടത് അതുപോലെ തന്നെ ഫീ പേയ്മെൻറ്റ് സ്റ്റാറ്റസ് എന്ന് കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് അവിടെ തന്നെ ആ ഒരു പേജിൽ തന്നെ ഈ ഒരു ഫീ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിങ്ക് കാണാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസും മറ്റ് കാര്യങ്ങളും അതായത് കാർഡിൻ്റെ ഡീറ്റെയിൽസ് നൽകിക്കൊണ്ട് അതായത് ഓൺലൈനായിട്ടോ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചോ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചോ UPI അക്കൗണ്ട് ഉപയോഗിച്ചുകൊണ്ടോ നിങ്ങൾക്ക് ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട്. അതുപോലെ തന്നെ ഓഫ്ലൈനായിട്ട് അടക്കേണ്ട വിദ്യാർത്ഥികൾക്ക് അതിൽ ഓപ്ഷൻ ചോദിക്കും ഓൺലൈനായിട്ടാണോ അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ടാണോ എന്നുള്ളത്. ഓഫ്ലൈൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചലാൻ വഴി ആയിട്ട് ചലാൻ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ചലാനും എടുത്ത് തൊട്ടടുത്തുള്ള ഫെഡറൽ ബാങ്കിൽ പോയിക്കൊണ്ട് ആ ഒരു ഫീ പേയ്മെൻറ്റ് ചലാൻ വഴി അടക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് പേജിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ ആ ഒരു ഫീ പെയ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഓപ്ഷൻ കാണാൻ പറ്റുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ് ഇതിൻ്റെ റീഫണ്ട്. അതായത് നിങ്ങളിപ്പോൾ അലോട്ട്മെൻ്റ് ഒക്കെ കഴിഞ്ഞു നിങ്ങൾ അഡ്മിഷൻ നേടുന്നില്ല എങ്കിൽ റീഫണ്ട് കിട്ടുമോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഫീ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉടനെ തന്നെ അടക്കേണ്ട ഒരു ഫീ പേയ്മെൻറ്റാണ് ടോക്കൺ ഫീ പേയ്മെൻറ്റ്. അപ്പോൾ ഈ ഒരു പൈസ നിങ്ങൾക്ക് ഈ ഒരു റീഫണ്ടായിട്ട് കിട്ടണമെങ്കിൽ ഏകദേശം കുറേ ടൈം എടുക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അഡ്മിഷൻ പ്രോസസ്സൊക്കെ കംപ്ലീറ്റ് ചെയ്ത ശേഷം മാത്രമാണ് ഈ ഒരു റീഫണ്ടിനുള്ള പ്രോസസ്സ് ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ റീഫണ്ട് കിട്ടാനായിട്ട് കുറച്ച് ലേറ്റ് ആവാറുണ്ട് എന്നുള്ള കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ റീഫണ്ടിനായിട്ട് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതിനുള്ള ആപ്ലിക്കേഷൻ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് അല്ല അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് പേജിൽ കൃത്യമായിട്ടുണ്ടാകുന്നതാണ്. നിങ്ങൾക്ക് റീഫണ്ട് എന്തിനാണ് റീഫണ്ട് എന്നുള്ളത്. അതായത് ഇപ്പോൾ ഗവൺമെൻറ് കോളേജിലേക്ക് ആദ്യം സെൽഫ് ഫിനാൻസിൽ കിട്ടി പിന്നീട് ഗവൺമെൻറ് കോളേജ് കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് എക്സസ് റീഫണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ടാകും. അതായത് അധികമായിട്ട് അടച്ച പൈസ റീഫണ്ട് കിട്ടുന്നതിനായിട്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് റീഫണ്ട് ഓപ്ഷനിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു നിങ്ങൾ അഡ്മിഷൻ നേടുന്നില്ല അതിനാൽ റീഫണ്ട് വേണമെന്ന് പറഞ്ഞുകൊണ്ട് നൽകുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലും റീഫണ്ടിന് അപ്ലൈ ചെയ്യാം. റീഫണ്ട് കിട്ടാനായിട്ട് കുറേ കാലതാമസം ഉണ്ടാവാറുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ കോളേജ് ലിസ്റ്റും നൽകിയിട്ടുണ്ട്. കോളേജ് ലിസ്റ്റ് കൃത്യമായിട്ട് നോക്കി നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകളിലേക്ക് ഓപ്ഷൻ വെക്കാം. അതുപോലെ തന്നെ നിലവിൽ ഗവൺമെൻറ് കോളേജിൽ പല കോളേജുകൾക്കും INCയുടെ അപ്രൂവൽ കിട്ടാത്തതുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യപ്രകാരം ഏതൊരു കോളേജിലേക്ക് വേണമെങ്കിലും ഓപ്ഷൻ നൽകാം. അപ്പോൾ ഇന്ന് വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട് ഓപ്ഷൻ നൽകുക. ട്രയൽ അലോട്ട്മെൻറ്റ് 16-ാം തീയതി പ്രസിദ്ധീകരിക്കും. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് 18-ാം തീയതി രാവിലെ 11 മണി വരെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഓപ്ഷൻസ് എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം ഈ ഒരു വെബ്സൈറ്റിൽ ലഭ്യമാകുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.